ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അപ്പം ഓട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പം ഉണ്ടാക്കിയപ്പോൾ മാവ് ബാക്കി വരും. രാവിലെ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് മാവ് എന്തായാലും ബാക്കി വരും. അപ്പോൾ ബാക്കി വന്ന മാവിനകത്തോട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും ഏലക്കാപ്പൊടിയും അതുപോലെ ജീരകവും എല്ലാം കൂടെ ചതച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വൈകുന്നേരം നമുക്ക് ചെറിയൊരു ചായയ്ക്ക് കടിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വട്ടയപ്പം പുഴുങ്ങിയെടുത്തു കേട്ടോ. കൂട്ടത്തിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ വെളുത്ത വട്ടയപ്പമാണല്ലോ, അപ്പോൾ അതിവിടെ പഞ്ചസാരയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്ത ഈ ഒരു കളറിൽ കിട്ടിയത്. അപ്പോൾ അതും ചായയും കൂടി ആകുമ്പോഴത്തേക്കും വൈകുന്നേരം എല്ലാവർക്കും ചെറിയൊരു ആശ്വാസമാകും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല അത്യാവശ്യം രാവിലെ എഴുന്നേക്കും, പിന്നെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ചാണെങ്കിലും നമ്മൾ നേരത്തെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ മക്കളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ കൂട്ടത്തിൽ, നമ്മുടെ ഹെഡ് സ്കൂളിലെ സാറിൻ്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം അവരുടെ അവധി എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവർ വൈകുന്നേരം നന്നായിട്ട് കളിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതെല്ലാം കളിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കും കേട്ടോ. പിന്നെ ദേ നമ്മുടെ നെയ്ബറും ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ചായയും ഈ ഒരു വട്ടയപ്പത്തിൻ്റെ കഷ്ണമൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവർ ഇതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനതുകൊണ്ട് എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു വീതം അവർക്കും കൊടുക്കും കേട്ടോ. കാരണം അവർക്ക് അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് വൈകുന്നേരം ചായയും വട്ടയപ്പവും ഒക്കെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം അവർ അധികം ദിവസമില്ലല്ലോ, കുറച്ച് ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് എല്ലാവരും. ഇനി എൻ്റെ ഇളയ മോനും പഠിക്കാനായിട്ട് കേരളത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ എന്തായാലും ഒരുമിച്ചിരുന്ന് മാക്സിമം എൻജോയ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ടൈഗർ നോക്കി നിൽക്കുക കേട്ടോ. എൻ്റെ മക്കൾക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. പക്ഷെ ഇവരെല്ലാം നല്ല സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവർ പുറത്തൊക്കെ എന്തോ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കഴിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവർ ഇതെല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോൻ ഒട്ടും ഫേസ് തരാതെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ ഇവർ കഴിച്ചതെന്ന് അറിയാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ഈ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്നൊരു സ്പെഷ്യൽ കൽക്കാന്ത് എന്ന് പറഞ്ഞൊരു നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നൊരു സ്വീറ്റ് ഉണ്ട്. എന്തായാലും അത് ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്ന് ഓർത്തൊന്ന് ഡിബ്ബ എടുത്തപ്പോഴത്തേക്ക് അതൊക്കെ കാലിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വൈകുന്നേരം കാപ്പിപ്പൊടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയണേ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് കോരി ഒഴിച്ചിട്ട് അപ്പം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല് തിളപ്പിച്ച് വെക്കുവാണ് ഓറയടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനത്തോട്ട് തിരിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് കൂടെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിട്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് വെള്ളം പോകാനായിട്ട് താഴെ ഒരു തുണി വിരിച്ചിട്ടിട്ടാട്ടോ ഞാൻ അതിൻ്റെ വെള്ളം എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മൊത്തം ആ വെള്ളം ഒഴുകി പോരും. അപ്പോൾ കുറച്ച് കട്ടൻ കാപ്പി രാവിലെ ഉണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല, അത് ഞാൻ കുടിക്കാനായിട്ട് എടുത്തു. അപ്പോൾ മക്കൾ പറഞ്ഞവർക്ക് എല്ലാവർക്കും കോഫി വേണമെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഫി പൗഡർ ആട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി കോഫി ഇട്ട് കൊടുക്കാമെന്ന് കരുതി. കോഫി അങ്ങനെ എപ്പോഴും കുടിക്കുന്ന ചായയോ കാപ്പിയോ അങ്ങനെ കുടിക്കുന്ന ശീലമൊന്നും കുട്ടികൾക്ക് ആർക്കും ഇല്ല കേട്ടോ. ഇന്നെന്തായാലും അവർക്ക് ഓരോ കപ്പ് കോഫി കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട്. കൂട്ടത്തിൽ എൻ്റെ കൈവേദന അങ്ങനെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടും, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്താ പ്രത്യേകിച്ച് കാരണമൊന്നും അറിയത്തില്ല കേട്ടോ. രണ്ടാമത് ബാക്കി വന്ന ഈ ഒരു അപ്പം കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ആട്ടയൊക്കെ ഒന്ന് കുഴച്ച് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ആട്ടയൊക്കെ ഇപ്പോൾ കുഴയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ അത്യാവശ്യം പണികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പകൽ പിന്നെ സഹായിക്കാനായിട്ട് ബീനയുണ്ട്. കൈയുടെയൊക്കെ വേദന ചില സമയത്താട്ടോ എനിക്ക് വരുന്നത്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിനകത്തൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വർക്ക് ലോഡിൻ്റെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.